ദ്വയാർത്ഥ പ്രയോഗത്തിൻ്റെ പേരിൽ ബോച്ചയെ അറസ്റ്റ് ചെയ്ത നാടാണിത്. അതായത് ഒരു സ്ത്രീക്കെതിരെ എന്തെങ്കിലും അനാവശ്യ പരാമർശം നടത്തിയാൽ അയാൾ ജയിലിലേക്ക് പോകുന്നത് നമ്മൾ കണ്ട നാടാണിത്. അതായത് സ്ത്രീ അമ്മയാണ്, ഭാര്യയാണ്, ദേവതയാണ്, എന്തോ മലമറച്ച കാര്യങ്ങളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ വാഴ്ത്തുപാട്ടുകൾ നടത്താറുണ്ട്. അവിടെയാണ് നമ്മളെയൊക്കെ അമ്പരപ്പിക്കുന്ന ഒരു സംഭവം തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരം എന്ന സ്ഥലത്ത് നടന്നത്. സത്യത്തിൽ ഇതിനു മുൻപേ നമ്മൾ പലതും കേട്ടിട്ടുണ്ട്. സഹോദരിമാരെ കാമക്കണ്ണുകളോടെ നോക്കുന്ന സഹോദരന്മാർ, അച്ഛന്മാർ, പെൺമക്കളെ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ശാരീരികമായി പീഡിപ്പിക്കുന്ന അച്ഛന്മാർ, അങ്ങനെ ഒരുപാട് കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. സഹോദരന്മാർ തന്നെ കൂട്ടുകാരന്മാർക്ക് സഹോദരിമാരെ കാഴ്ചവെക്കുന്ന, എല്ലാ സഹോദരന്മാരും അല്ല കേട്ടോ, നല്ല തന്തയ്ക്കും തള്ളയ്ക്കും ഒക്കെ പറഞ്ഞ നല്ലവരായ സഹോദരന്മാരുണ്ട്, അവരെ അല്ല. ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. പക്ഷേ അതിൽ നിന്നൊക്കെ വിഭിന്നമായി സ്വന്തം സഹോദരിയെ കൂടെ കിടത്തി ലൈംഗികമായി സുഖിക്കുന്ന ഒരു സഹോദരൻ, അതിന് കുഞ്ഞ് തടസ്സമായപ്പോൾ ആ കുഞ്ഞിനെ ഒരു ദാക്ഷിണ്യവുമില്ലാതെ ജീവനോടെ കിണറിലേക്ക് വലിച്ചെറിഞ്ഞ ഹരികുമാർ എന്ന് പറയുന്ന കാമപിശാചും കൊടും ക്രൂരനും, സ്വന്തം അമ്മയും പെങ്ങളെയും തിരിച്ചറിയാൻ കഴിവില്ലാത്തവനെ സത്യത്തിൽ ജീവിക്കാൻ നമ്മൾ അനുവദിക്കരുത് എന്നാണ് പറയേണ്ടത്. ഇവൻ്റെ അമ്മയെ നാളെ കയറി പിടിക്കില്ല എന്ന് എന്താണ് ഉറപ്പ്? സ്വന്തം പെങ്ങളെ കൂടെ കിടത്തിക്കൊണ്ടിരുന്നവൻ, അവൻ്റെ ലൈംഗിക സുഖത്തിനായി സ്വന്തം ചോരയെ ഉപയോഗിച്ചുകൊണ്ടിരുന്നവൻ, അതിന് അവസരം കൊടുത്തവൾ ശ്രീതു എന്ന് പറയുന്ന, ദേവേന്ദു എന്ന് പറയുന്ന 2 വയസ്സുകാരിയുടെ അമ്മ. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി എന്തിനാണ് ദേവേന്ദുവിനെ കൊന്നത് എന്ന ചോദ്യം സമൂഹം ഒന്നടങ്കം ചോദിക്കുന്നു. പോലീസ് ഹരികുമാറിനോടും ശ്രീതു എന്ന് പറയുന്ന ആ ദുഷ്ടയായ അമ്മയോടും കാമപ്രാന്തിയായ അമ്മയോടും മാറി മാറി ചോദിക്കുന്നു. എന്നിട്ടും ഉത്തരങ്ങളൊന്നുമില്ല. ഇപ്പോൾ ആ സത്യം പോലീസ് തന്നെ പുറത്തു വിട്ടിരിക്കുകയാണ്. അതായത് ദേവേന്ദു മരിക്കുന്ന ദിവസം ഹരികുമാർ വാട്സപ്പിലൂടെ ശ്രീതുവിന് മെസ്സേജ് അയക്കുന്നു. എനിക്ക് കഴപ്പ് മൂത്ത് നിൽക്കുകയാണ്, എൻ്റെ കഴപ്പ് മാറ്റാൻ നീ വാ. ഇതാദ്യമായിട്ട് വിളിക്കുന്നതല്ല സ്വന്തം സഹോദരിയെ. ഈ ഹരികുമാർ എന്ന് പറയുന്ന കാമപിശാചിന് പല സ്ത്രീകളുമായി ബന്ധമുണ്ട്, പലരുമായും അടുപ്പമുണ്ട്. അതൊക്കെ സോൾവാക്കി കൊടുത്തത് ഈ സഹോദരിയാണ്. മറ്റാരെയും കിട്ടാതെ വന്നപ്പോൾ, മറ്റു പെണ്ണുങ്ങളെ ആരെയും തൻ്റെ സുഖത്തിന്, ലൈംഗിക സുഖത്തിന് ഉപയോഗിക്കാൻ പറ്റാതെ വന്നപ്പോൾ ഇയാൾ സ്വന്തം സഹോദരിയുടെ നെഞ്ചത്ത് തന്നെ കയറാൻ തീരുമാനിച്ചു. അതിന് സഹോദരിയും സമ്മതം മൂളി എന്നുള്ളതാണ് നമ്മളെയൊക്കെ ഞെട്ടിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. ഇത്തരം സഹോദരിമാർ കേരളത്തിലുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ നമുക്കുമൊക്കെ സഹോദരന്മാർ ഉള്ളതാണ്, നമ്മളുമൊക്കെ അവർക്കിടയിൽ കിടന്ന് ജീവിച്ചവരാണ്. ഒരു നോട്ടം കൊണ്ടോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു വാക്ക് കൊണ്ടോ പോലും സ്വന്തം സഹോദരങ്ങളെ മറ്റ് തരത്തിൽ കാണാതെ അവരെ സ്വന്തം മക്കളെപ്പോലെ സ്നേഹിക്കുന്ന ഒരുപാട് സഹോദരങ്ങൾ ഈ ലോകത്തുണ്ട് എന്നുള്ളതാണ്. അവർക്ക് പോലും അപമാനമാണ് ഈ ഹരികുമാർ എന്ന് പറയുന്നത്. ഒരുപാട് സഹോദരിമാർക്ക് അപമാനമാണ് ഈ ശ്രീതു എന്ന് പറയുന്ന സ്ത്രീ. ഇവരെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ വെളിപ്പെടുത്തുന്ന വിവരങ്ങൾ ഇവരെ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇവരെ ഒരു പോലീസുകാരനുമായി ഇവർക്ക് ബന്ധമുണ്ട്. ആ പോലീസുകാരൻ ഇവരെ നിരന്തരം പീഡിപ്പിക്കുകയായിരുന്നു. വലിയ സാമ്പത്തിക തട്ടിപ്പ് ഈ പോലീസുകാരന് വേണ്ടിയാണ് നടത്തിയത് എന്നൊക്കെയുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. പിന്നെ പോലീസിനിടയിലായതുകൊണ്ട് ആ പേരൊക്കെ വെളിപ്പെടുത്താൻ പോലീസിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. സ്വന്തം വർഗത്തെ തൊടുമ്പോൾ അതിനെ സ്വന്തം പലട തന്നെ കുത്തി നാറ്റിക്കാൻ ഇവരാരും ശ്രമിക്കാറില്ലല്ലോ. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ സംസ്കാരത്തെയും ഇവിടെ എന്താ പറയുക, പൈതൃകത്തെയും നമ്മുടെ തനിമയുമൊക്കെ കുറിച്ച് സംസാരിക്കുന്നവർ, കസബ എന്ന് പറയുന്ന ഒരു സിനിമ ഇവിടെ ഇറങ്ങിയപ്പോൾ അതിൽ ദ്വയാർത്ഥ പ്രയോഗങ്ങളുണ്ട്, സ്ത്രീയെ അപമാനിക്കുന്ന തരത്തിലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ രംഗത്തിറങ്ങിയ ഒരുപാട് ഫെമിനിസ്റ്റുമാരുണ്ട്, സാംസ്കാരിക നായകരുണ്ട്. ഇവരെയൊന്നും ഈ പ്രശ്നത്തിൽ തലയിടാനോ ഈ പ്രശ്നത്തിൽ എന്തെങ്കിലും അഭിപ്രായം പറയാനോ നമ്മളാരും കണ്ടില്ല. അതായത് സ്വന്തം സഹോദരിയുടെ കുഞ്ഞ്, സഹോദരിയെ ലൈംഗിക സുഖത്തിന് ഉപയോഗിക്കാൻ ഈ കുഞ്ഞ് ഒരു തടസ്സമായി പോയി. സഹോദരിയെ
ലൈംഗികമായി ഉപയോഗിക്കാൻ അല്ലെങ്കിൽ ലൈംഗിക സ്വത്തിന് വിളിക്കുന്ന സമയത്ത് കുഞ്ഞ് കരഞ്ഞു. കരയുന്ന സമയത്ത് സഹോദരി കുഞ്ഞിനടുത്തേക്ക് പോയി. അപ്പോൾ കഴപ്പ് മൂത്ത് നിൽക്കുന്ന ഹരികുമാറിന് കഴപ്പ് പെട്ടെന്ന് തീർക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് കുഞ്ഞാണ് അതിന് തടസ്സമായത് എന്ന് പറഞ്ഞുകൊണ്ടാണ് കുഞ്ഞിനെ കിണറിലേക്ക് ജീവനോടെ വലിച്ചെറിയുന്നത്. ഇവന് മാനസിക രോഗമുണ്ടെന്ന് ആരാണ് പറഞ്ഞത്? ഉപയോഗിക്കാൻ സുഖിക്കാൻ ഒരു പെണ്ണ് വേണം, അത് അമ്മയായാലും സഹോദരിയായാലും മകളായാലും കുഴപ്പമില്ല എന്ന ചിന്താഗതിയുള്ളവൻ മാനസിക രോഗിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിയമത്തിൻ്റെ ചെറിയ ആനുകൂല്യം പറ്റി ഇവനെപ്പോലുള്ളവർ പുറത്തിറങ്ങിയാൽ നാളെ എന്തായിരിക്കും സ്ഥിതി എന്നുള്ളതാണ്. സഹോദരിക്കയച്ച വാട്സപ്പ് മെസ്സേജുകൾ, സഹോദരി തിരിച്ചയച്ച വാട്സപ്പ് മെസ്സേജുകൾ, ഒരേ വീട്ടിൽ 2 മുറികളിലിരുന്നു കൊണ്ട് ഇവർ നടത്തിയ ലൈംഗികപരമായ ചാറ്റുകൾ, വീഡിയോ കോളുകൾ, ഇതൊക്കെ നമ്മളെ വലിയൊരു പാഠം പഠിപ്പിക്കുകയാണ്. അതായത് സ്വന്തം വീട്ടിൽ പോലും പലരും സുരക്ഷിതരല്ല എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ്. ആ സഹോദരി ഒരു തവണ ഇയാൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ ലൈംഗിക ആവശ്യവുമായി ബന്ധപ്പെട്ട് ഈ സഹോദരിയെ സമീപിച്ചപ്പോൾ ഇങ്ങോട്ട് മാറുന്നില്ലടാ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ ചെകിടത്ത് നോക്കി 4 അടിയും കൊടുത്ത് അവനെ ആ വീട്ടിൽ നിന്ന് പുറത്തിറക്കിയിരുന്നു എങ്കിൽ ഇന്ന് ആ കുഞ്ഞ് ആ വീടിൻ്റെ വരാന്തകളിൽ, ആ മുറ്റത്ത്, ആ പരിസരങ്ങളിലൊക്കെ ആ കുഞ്ഞു മാലാഹ കളിച്ചെടുത്ത് അവൾ ചിരിച്ച് കൊഞ്ചിക്കുഴഞ്ഞ് ആളുകളോടൊപ്പം സന്തോഷിച്ച് അവൾ വളർന്നേന്. ആ പിഞ്ചു കുഞ്ഞ് ചെയ്ത തെറ്റെന്താണ്? അമ്മയുടെയും മാമൻ്റെയും ലൈംഗിക സുഖത്തിന് വിലങ്ങുതടിയായി എന്നുള്ളതാണ് അവൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. സ്വന്തം മകളെപ്പോലെ കാണേണ്ടത് ഈ തലമുറ, ഈ കാലഘട്ടം എന്ന് പറയുന്നത് മാമന്മാരും അതായത് അമ്മയുടെ സഹോദരങ്ങളും മക്കളും തമ്മിൽ വളരെ അടുത്ത സൗഹൃദമാണ് ഉണ്ടാകുന്നത്. മാമന്മാരെന്നൊക്കെ പറയുമ്പോൾ അവരുടെ പല റീൽസും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പണ്ടൊക്കെ മാമന്മാരെന്നൊക്കെ പറയുമ്പോൾ വലിയ ഭയമാണ്, നമുക്ക് സംസാരിക്കുന്നതിലൊരു ബഹുമാനമുണ്ടാകും. എനിക്കെപ്പോഴും ഓർമ്മയുണ്ട്, എൻ്റെ മാമൻ വന്ന സമയത്ത്, എൻ്റെ അമ്മയുടെ സഹോദരൻ വന്ന സമയത്ത് ഞാൻ ഇരുന്നിടത്ത് നിന്ന് എണീച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ അമ്മ എൻ്റെ മുട്ടിൽ എന്നെ നിർത്തിയിട്ട് എൻ്റെ മുട്ടിൽ അടിച്ച അതൊന്നും നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല. കാരണം ബഹുമാനം കൊടുക്കേണ്ടിടത്ത് ബഹുമാനം കൊടുത്ത് തന്നെ പഠിക്കണമെന്ന് പറഞ്ഞ ആ ഒരു കാലഘട്ടങ്ങൾ മാറി വരുമ്പോൾ നമ്മുടെ ചിന്താഗതിയൊക്കെ മാറുമായിരിക്കും. പക്ഷേ ആ കാലഘട്ടത്തിൽ എൻ്റെ അമ്മ പറഞ്ഞു പഠിപ്പിച്ചത് അങ്ങനെയാണ്. അപ്പോൾ മാമന്മാരെന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു വല്ലാത്ത ബഹുമാനമാണ് അവരോട്. നമ്മളെ അമ്പലപ്പറമ്പുകളിൽ കൊണ്ടുപോകുന്നത്, ഉത്സവങ്ങളിൽ കൊണ്ടുപോകുന്നത്. എൻ്റെ മാമനൊരു പഞ്ചായത്ത് സെക്രട്ടറി കൂടിയായിരുന്നു, ഗവൺമെൻറ്റിൻ്റെ. ശ്രീകുമാരൻ നായർ എന്നാണ് പേര്. അപ്പോൾ അദ്ദേഹം ഞങ്ങളെ വളർത്തിക്കൊണ്ടുവന്ന രീതി, എന്താ പറയുക, നമ്മുടെയൊക്കെ മനസ്സിൽ രാഷ്ട്രീയത്തിൻ്റെ വിത്തുകൾ പാകി തന്ന, നമ്മൾ തിരഞ്ഞെടുക്കേണ്ട രാഷ്ട്രീയ പ്രസ്ഥാനം ഏതാണ് എന്ന് കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കി തന്ന, ഒരുപാട് കഥകൾ പറഞ്ഞു തന്ന, ഒരുപാട് പാഠങ്ങൾ, അനുഭവങ്ങൾ, തെറ്റുകൾ തിരുത്തി നേർവഴിക്ക് നയിക്കുന്ന, അത്തരത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വലിയ പ്രചോദനം മാമനെന്ന് പറയുമ്പോൾ നമുക്കൊക്കെ വല്ലാത്തൊരു അനുഭവവും വല്ലാത്തൊരു എന്താ പറയുക, ഒരു വാത്സല്യവും സന്തോഷമൊക്കെ പ്രായമാകും തോറും മാമനോട് കൂടുമെന്നുള്ളതാണ്. അമ്മയ്ക്കിപ്പോൾ 4 സഹോദരങ്ങളുണ്ട്. മാമന്മാരായി എനിക്ക് 4 പേരുണ്ട്. പക്ഷെ അതിൽ ഒരാൾ മാത്രമാണ് എൻ്റെ ഓർമ്മയിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്നത് എന്നുള്ളതാണ്. കാരണം സ്വന്തം മകളെപ്പോലെയാണ് നമ്മളെ കൈവെള്ളയിൽ കൊണ്ട് നടന്നിരുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ കുറച്ചുകൂടി കാലം മാറിയതനുസരിച്ച് കുറച്ചുകൂടി ഫ്രണ്ട്സായി മാമന്മാരും മക്കളും ഒക്കെ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ നിന്നൊക്കെ വിഭിന്നമായി സ്വന്തം സഹോദരിയെ തന്നെ നമുക്ക് ലൈംഗികമായി ഉപയോഗിക്കാം, അതിനൊരു പ്രശ്നവുമില്ല. അവൾ പെണ്ണായിരുന്നാൽ മതി. സഹോദരിയാണെന്ന് എൻ്റെ അമ്മയുടെ വയറിൽ നിന്ന് വന്നതാണ്, അതൊന്നും അല്ല പ്രശ്നം, അവൾ പെണ്ണായിരുന്നാൽ മതി എന്നുള്ള രീതിയാണ് ഈ ഹരികുമാറിനെ പോലുള്ളവർ സ്വീകരിക്കുന്നത്. സത്യത്തിൽ ഇവനെപ്പോലുള്ളവരെ പരസ്യമായി വിചാരണ ചെയ്ത് നേരിടണം എന്നുള്ളതാണ്. ഇവനൊക്കെ പുറത്തിറങ്ങിയാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്വന്തം അമ്മയെപ്പോലും പീഡിപ്പിക്കാൻ ഇവനൊന്നും ഒരു മടിയും കാണില്ല എന്നുള്ളത് നീതിന്യായ വ്യവസ്ഥ മനസ്സിലാക്കുക. നമ്മുടെ കോടതികൾ ഇവൻ്റെയൊക്കെ കാര്യത്തിൽ കൃത്യമായ നിലപാട് സ്വീകരിക്കും. അതായത് മാനസിക അസുഖമെന്ന് പറഞ്ഞൊരു ചെറിയ ആനുകൂല്യം പോലും കൊടുത്ത് ഇവനെ വളരാൻ അനുവദിച്ചുകൂടാ. മാത്രമല്ല ജയിലുകളിൽ കൊണ്ടിട്ട് ഇവനെ തിന്ന് വളർത്തി കൊഴുത്ത് വീണ്ടും വെളിയിലിറങ്ങി ഇവനൊക്കെ ഇത്തരത്തിൽ വൃത്തികേടുകൾ കാണിക്കാൻ പാടില്ല. അത്തരത്തിലുള്ള ശിക്ഷ, മാതൃകാപരമായ ശിക്ഷയായിരിക്കണം. ഇവനെപ്പോലുള്ള സഹോദരിമാരെ
വീഴ്ച ചെയ്യുന്ന ഇത്തരം നാറികൾക്ക് കിട്ടേണ്ടത്.